ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 6. ബിന്ദുരാത്മാത്മനസ്ഥസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. വിവർത്തനം: മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. ഭാവാർത്ഥം: മനുഷ്യധർമ്മം നിറവേറ്റുന്നതിൽ ഒരു ആത്മസുഹൃത്താക്കാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കലാണ് അഷ്ടാംഗ യോഗചര്യയുടെ ഉദ്ദേശ്യം. മനോനിയന്ത്രണമില്ലാത്ത യോഗാഭ്യാസം ബാഹ്യപ്രകടനത്തിനു മാത്രമാകയാൽ സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല. മനസ്സടക്കാൻ കഴിയാത്തവൻ തൻ്റെ പരമശത്രുവിനോടൊപ്പമാണ് എപ്പോഴും ജീവിച്ചു പോരുന്നതെന്നും അങ്ങനെ ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും വ്യർത്ഥമാക്കുന്നുവെന്നും ഓർക്കണം. മൂലസ്വരൂപമനുസരിച്ച് ജീവാത്മാവ് മേലധികാരിയുടെ ആജ്ഞയ്ക്കു വഴങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ മനസ്സ് തനിക്ക് കീഴടങ്ങാത്ത ഒരു ശത്രുവായിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയുടെ ചൊൽപ്പടിയിൽ നിൽക്കാനേ കഴിയൂ. മനോജയം സാധിച്ചാലാകട്ടെ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന പരമപുരുഷനായ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവും. ഹൃദയസ്ഥനായ പരമാത്മാവിനെ കണ്ടെത്താനും അവിടുത്തെ ആജ്ഞാനുസൃതം പ്രവർത്തിക്കാനും കളമൊരുക്കലത്രേ ശരിയായ യോഗാനുഷ്ഠാനം. നേരെ കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നവർ ഭഗവതാജ്ഞയ്ക്ക് മുന്നിൽ പൂർണ്ണമായി സ്വാത്മാർപ്പണം ചെയ്യുക സ്വാഭാവികമാണ്. ശ്ലോകം 7. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോ. വിവർത്തനം: മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ. ഭാവാർത്ഥം: ഓരോ ജീവാത്മാവും ഭഗവത് കൽപ്പിതങ്ങളായതു നിറവേറ്റാൻ ചുമതലപ്പെട്ടിരിക്കുന്നു. ആ സർവേശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി വാഴുന്നുണ്ടുതാനും. മനസ്സ് ബാഹ്യമായ മായാശക്തിയാൽ വഴിതെറ്റിക്കപ്പെടുമ്പോൾ മനുഷ്യൻ ഭൗതിക പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടു പോകുകയാണ്. ഏതെങ്കിലും ഒരു യോഗാനുഷ്ഠാനം വഴി മനോനിയന്ത്രണം നേടിയാൽ പ്രാപ്യസ്ഥാനം പൂകിയെന്നു കണക്കാക്കാം. ഒരാൾ ഉത്കൃഷ്ടനായ അധികാരിയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കണം. മനസ്സ് ഉത്തമ പ്രകൃതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പരമകൽപ്പന അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഉന്നതമായ നിർദ്ദേശത്തെ മനസ്സ് സ്വീകരിക്കുകയുള്ളൂ, അതിന് വഴങ്ങുകയും വേണം. പരമാത്മാവിൻ്റെ നിർദ്ദേശം തനിയെ അനുസരിച്ചു കൊള്ളും എന്നതാണ് മനോനിയന്ത്രണത്തിൻ്റെ ഫലം. കൃഷ്ണാവബോധത്തിൽ ഒരാൾക്ക് ഈ അതീന്ദ്രിയാവസ്ഥ ഉടനെ കൈവരുന്നതുകൊണ്ട് ആ ഭക്തനെ സുഖദുഃഖങ്ങൾ, ശീതോഷ്ണങ്ങൾ എന്നിങ്ങനെയുള്ള ഭൗതിക ജീവിതത്തിലെ ദ്വന്ദ്വങ്ങൾ ബാധിക്കുകയില്ല. പ്രായോഗികമായ സമാധി അല്ലെങ്കിൽ പരമാത്മാവിൽ മുഴുകുക എന്നതാണ് ഈ അവസ്ഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.